ഹലോ ഫ്രണ്ട്സ്, സോൾ ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പിലോ ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്നാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാം, അല്ലാത്തതൊക്കെ വിട്ടേക്കാം. ഓക്കെ. നിങ്ങളുടെ റിലേഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് കാണുന്നുണ്ട്. കൂടുതൽ പേർക്കും തേർഡ് പാർട്ടിയുടെ പ്രസൻസ് സ്ട്രോങ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ആയത്. ചിലർക്ക് തേർഡ് പാർട്ടിയുടെ കാര്യം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മറച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷെ അവരുടെ കൊളീഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരോ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കാം. പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ആയതല്ല. ചില പേർക്കും പതിയെ പതിയെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ആയത്. ചിലർക്ക് ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് കാരണം നോ കോണ്ടാക്റ്റിലേക്ക് വന്നതായിട്ടാണ് കാണണേ. ജോലിയുടെ പേരിലോ അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ്സും കൊണ്ടോ നോ കോണ്ടാക്റ്റിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് നിങ്ങളുടെ പേഴ്സണെ കാണാനായിട്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. മീറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് ബ്ലോക്ക് ഈ ഒരു സമയം വരുന്നവർ മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷനിൽ നെഗറ്റീവ് എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ഇവിളായി ആയിരിക്കാം. കൂടുതൽ പേർക്കും നിങ്ങളോടോ നിങ്ങളുടെ പേഴ്സണോടോ ഉള്ള സ്നേഹം കൊണ്ട് തേർഡ് പാർട്ടി നിങ്ങളെ തമ്മിൽ പിടിക്കാനായിട്ട് ചെയ്യുന്നതായിട്ടാണ് കൂടുതൽ പേർക്കും കാണുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്, കാണണം എന്നുണ്ട്, സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ നിങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ നിങ്ങളുടെ പ്രസൻസ് വരുമ്പോൾ എന്താണോ നിങ്ങളോട് അവർക്കുള്ള ഫീലിങ്സ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അവർ ബിഹേവ് ചെയ്യുക. ചിലരുടെ കാര്യത്തിൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ പേഴ്സണോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി എത്രത്തോളം വിഷമിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ അവർ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വിഷമിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനെ ബ്രേക്ക് ചെയ്യാൻ അവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ പറ്റുന്നില്ല. അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എത്ര കോംപ്രമൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അവിടെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ അവരുടെ ലൈഫിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ പേർക്കും അതൊരു ഓപ്പോസിറ്റ് ജെൻഡറായിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തതൊക്കെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.